തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുകയാണ്. സന്നിധാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കുന്നു. ഇനി തിരുമുറ്റത്തെ ഹോമകുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിക്കും. ഇന്ന് പ്രത്യേക പൂജകളില്ല. അതേസമയം തന്നെ ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിൽ സ്ഥാപിക്കും. വിവാദങ്ങൾക്കിടെ ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിലാണ് നടപടികൾ നടക്കുന്നത്. നാളെയാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നടക്കുക. വൃശ്ചികം 1 മുതൽ 1 വർഷമാണ് ചുമതലയുണ്ടാവുക. ശബരിമല മേൽശാന്തി ലിസ്റ്റിൽ 14 പേരും മാളികപ്പുറം മേൽശാന്തി ലിസ്റ്റിൽ 13 പേരുമാണ് ഇത്തവണ ഉള്ളത്. പന്തളം കൊട്ടാരത്തിലെ കുട്ടികളായ കശ്യപ് വർമ്മയും മൈഥിലി കെ വർമ്മയുമാണ് നറുക്കെടുക്കുന്നത്. സന്നിധാനത്ത് നിന്നിപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുന്നുണ്ട്. പ്രതീഷ്, നട തുറന്നിരിക്കുന്നു, വിവരങ്ങൾ പ്രതീഷ്. അർജിത്ത്, ശരണം വിളികളോടെ ശബരിമല നട തുറന്നു. തുലാമാസ പൂജകൾക്കായി അല്പസമയം മുമ്പാണ് ശബരിമല നട തുറന്നത്. ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെയും ഒപ്പം ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയുടെയും നേതൃത്വത്തിലാണ് ശബരിമല നട തുറന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാനമായുള്ള ഒരു തിരക്ക് ഈ ആദ്യ ദിവസം തന്നെ ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ശ്രീകോവിലിന് മുന്നിൽ അയ്യപ്പ ദർശനത്തിനായി കാത്തുനിൽക്കുന്ന തീർത്ഥാടകരുടെ എണ്ണമാണ്. പമ്പയിൽ നിന്ന് വലിയ തീർത്ഥാടകരുടെ തിരക്ക് ശബരിമലയിൽ ഉണ്ട്. ഇപ്പോൾ തന്നെ ഈ സന്നിധാനത്ത് വലിയ തീർത്ഥാടകരുടെ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. 5 ദിവസമാണ് ശബരിമല നട തുറന്ന് പ്രവർത്തിക്കുക. രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. ബാക്കി എല്ലാ ദിവസങ്ങളിലും പുലർച്ചെ 4 മണിക്ക് ശബരിമല നട തുറന്ന് രാത്രി 10 മണിക്കായിരിക്കും ശബരിമല നട അടയ്ക്കുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഒന്നും തന്നെ ഇല്ല. ഈ നേരത്തെ ഈ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് പ്രധാനമായും ശബരിമലയിൽ നടക്കുന്നത്. ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്ക് ശേഷം കഴിഞ്ഞ മാസം തന്നെ ശബരിമലയിൽ ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ചിരുന്നു. ഇന്ന് അല്പസമയത്തിനകം ഈ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പങ്ങളിൽ വച്ചുപിടിപ്പിക്കും. ഈ തീർത്ഥാടകർക്ക് പ്രവേശനമുണ്ട്. ഇതിന് സമാന്തരമായി തന്നെ ഈ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കുന്ന ചടങ്ങ് കൂടി നടക്കുമെന്നതാണ് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും തന്ത്രിയും മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ ശ്രീകോവിലിന് സമീപത്തുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിലായിരിക്കും ഈ സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കുന്ന ചടങ്ങ് നടക്കുന്നത്. ഒപ്പം റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മേൽശാന്തി നറുക്കെടുപ്പാണ് ഇനി നാളെ നടക്കാനിരിക്കുന്നത്. നാളെ രാവിലെ തന്നെ മേൽശാന്തി നറുക്കെടുപ്പ് നടക്കും. ശബരിമല മേൽശാന്തിയായി 13 പേരും ഒപ്പം മാളികപ്പുറം മേൽശാന്തിയായി 12 പേരുടെയും പട്ടികയാണ് നൽകിയിരിക്കുന്നത്. ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് ഈ നറുക്കെടുപ്പിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുന്ന ചടങ്ങുകൾ ആരംഭിക്കും. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ തന്ത്രിയും മേൽശാന്തിയും തീർത്ഥാടകർക്ക് ഈ പ്രസാദം കൈമാറുന്നതാണ്. ഇപ്പോൾ ഇവിടെയുള്ള ദേവസ്വം തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുകയാണ്. നാളെയാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കുക. സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. MG പ്രതീഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സന്നിധാനത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.